the Universal Supreme God, Divine Father, Divine Mother, our beloved, most respected teacher, Guru Master to our counsel, Lord Mahadev. All the holy Gurus, all the holy masters, all the saints, archangels, holy angels, spiritual helpers, my higher soul, my divine self, thank you for your presence. For divine light, divine love, divine mercy, divine guidance, divine help, divine protection. The deepest gratitude, respect, and love, we thank you, thank you, thank you. അപ്പോൾ നമസ്തേ. സോ ഇന്നത്തെ ബുക്ക് സ്റ്റഡിയെ കുറിച്ചാണ്. എന്താണ് ബുക്ക് സ്റ്റഡി എന്നുള്ളത്? ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ധാരാളം മാർഗങ്ങൾ പറയും. ഈശ്വരനായിട്ട് സാക്ഷാത്കാരം നേടാനുള്ള, ഈശ്വരനായിട്ട് വൺനെസ് നേടാനുള്ള ധാരാളം മാർഗങ്ങൾ. ഇപ്പൊ വൺനെസ് വിത്ത് ഗോഡ് എന്നുള്ളതിന് യോഗ എന്ന് പറയാം. യൂണിയൻ വിത്ത് ഗോഡ്, അതാണ് യോഗ. അപ്പൊ ധാരാളം യോഗ ഉണ്ട്. അതിലൊരു യോഗയാണ് ജ്ഞാനയോഗ. ജ്ഞാനയോഗ എന്ന് വെച്ചാൽ യോഗ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നത് യോഗ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ജ്ഞാനയോഗ. പല മാർഗങ്ങളുണ്ട്. ഭക്തിയോഗ ഉണ്ട്, ജ്ഞാനയോഗ ഉണ്ട്, കർമ്മയോഗ ഉണ്ട്, കുണ്ടലിനി യോഗ ഉണ്ട്, അങ്ങനെ ധാരാളം, രാജയോഗ, ധാരാളം യോഗകളുണ്ട്. അപ്പൊ എന്താണ് ഈ ജ്ഞാനമാർഗത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഈ ജ്ഞാനയോഗയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഗ്രാൻഡ് മാസ്റ്റർ ദ എക്സിസ്റ്റൻസ് ഓഫ് ബോഡി സെൽഫ് എവിഡന്റ് എന്നുള്ള ബുക്കിൽ പറയുന്ന റെഫറൻസ് തന്നെയാണ്. ഇത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മെന്റലി ഇവോൾവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന്. അപ്പൊ അവിടെ മെന്റലി ഇവോൾവ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈസി ആയിട്ട്, വൺ ഓഫ് ദ ഈസിയസ്റ്റ് പാത്ത്, എളുപ്പത്തിലുള്ള മാർഗങ്ങളിൽ ഒന്ന്, എളുപ്പമാർഗങ്ങളിൽ ഒരു മാർഗം എന്ന് പറയുന്നത് ജ്ഞാനയോഗിയാണ്. ഈശ്വര സാക്ഷാത്കാരം നേടാൻ ജ്ഞാനയോഗിയാണ്. പഴയ കാലഘട്ടത്തില് ആളുകൾ ഇത്രയും ഇന്റലിജന്റ് അല്ല, അല്ലെങ്കിൽ ഇത്രയും മെന്റലി ഡെവലപ്ഡ് അല്ലാത്ത സമയത്തെ അപേക്ഷിച്ച് ഈ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ജ്ഞാനയോഗയെ ദ എക്സിസ്റ്റൻസ് ഓഫ് ബോഡി സെൽഫ് എവിഡന്റ് എന്നുള്ള ബുക്കില് പറയുന്നത്. അപ്പോ വായിക്കാം. Yoga means spiritual oneness. What is spiritual oneness? Spiritual oneness means the incarnated soul is achieving a higher degree of oneness with the higher soul, and a certain degree of oneness with the God and oneness with the world. There are many paths to achieve illumination and spiritual oneness, and one of the paths is the yoga of knowledge and understanding. This is called Jnana Yoga. This path is the easiest path for those who are mentally developed. By reading this book just once, the spiritual code will become much bigger. There will be a greater downpour of spiritual energy. The crown chakra and all the other chakras will become bigger. These effects are temporary. It is necessary to repeatedly read this book over and over again. So, ഈ ഒരു പുസ്തകം തന്നെ, നമ്മുടെ ദ എക്സിസ്റ്റൻസ് ഓഫ് ബോഡി സെൽഫ് എവിഡന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഒരു തവണ വായിക്കുമ്പോഴേയും തന്നെ നമ്മുടെ സ്പിരിച്വൽ കോഡും ഓറയും ചക്രയൊക്കെ ബിഗർ ആവുന്നു. ഇത് റിപ്പീറ്റഡ്ലി നമുക്കത് ചെയ്യുന്നത് വഴി നമ്മൾ ആ ചേഞ്ച് നമുക്ക്, അല്ലെങ്കിൽ ആ ചേഞ്ചസ് നമുക്ക് പെർമനന്റ് ആക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, ഇറ്റ് ഈസ് നെസസറി ടു repeatedly read these books over and over again to make it permanent. These effects are temporary. ഇപ്പോൾ ഉള്ളത് താൽക്കാലികമാണ്. A person can achieve illumination and divine oneness within a short period of time. ഇത് നമുക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അതായത് ഇത് നമുക്കുള്ള ഒരു വാഗ്ദാനമാണ്. അപ്പൊ നിങ്ങളൊരു യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറയണം, നിങ്ങളൊരു സെറ്റൻ യോഗ പ്രാക്ടീസ് ചെയ്യൂ, നിങ്ങൾക്ക് അതിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കും, വൺനെസ് വിത്ത് ഗോഡ് ഓർ ഡിവൈൻ വൺനെസ് നിങ്ങൾക്ക് സാധിക്കും എന്ന് പറയുമ്പോൾ, അങ്ങനെ നമുക്ക് മാസ്റ്റർ ശിവ പറഞ്ഞതായിട്ട് എഴുതിയതായിട്ടുള്ള ഒരു ഭാഗമാണ് ജ്ഞാനയോഗയെ കുറിച്ച് പറയുന്നത്. എ പേഴ്സൺ ക്യാൻ റാപ്പിഡ്ലി അച്ചീവ് ഇലിമിനേഷൻ ആൻഡ് ഡിവൈൻ വൺനെസ് വിതിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ആ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നുണ്ട്. ദ ടൈം ഫാക്ടർ മേ വേരി ഫ്രം സെവറൽ ഇയേഴ്സ് ടു എ ലൈഫ് ടൈം. അപ്പൊ ഇനി ഈ ഷോർട്ട് ടൈം എന്നുള്ളത് ഒരാളുടെ ഒരു ജീവിത കാലഘട്ടം ആവാം, വർഷങ്ങൾ തുടങ്ങി ഒരു ജീവിത കാലഘട്ടം വരെ ആവാം.
ഈവൻ ഒരു ജീവിത കാലഘട്ടം മുഴുവൻ ഉണ്ടായാലും, ഒരു ലൈഫ് ടൈം മുഴുവൻ ഉണ്ടായാലും, one lifetime is still considered short because other yogis take many incarnations just to achieve the state. സോ ഈവൻ നമുക്കൊരു ഒരു ഒരു ജന്മം മുഴുവൻ എടുത്തിട്ടാണ് നമ്മൾ ഈശ്വര സാക്ഷാത്കാരം നേടുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതും വളരെ ചെറിയൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമാണ്. കാരണം എത്രയോ ജന്മങ്ങളിലൂടെയാണ് യോഗികളൊക്കെ ഈശ്വര സാക്ഷാത്കാരം നേടുന്നത്. നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് ബോഡി സെൽഫ്ഹുഡിന്റെ ക്ലാസ്സിൽ ഈ ബുക്കിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു, ഈശ്വര സാക്ഷാത്കാരം സ്പിരിച്വൽ കോഡ്, നമ്മളുടെ ഈ ഒരു ബുക്ക് ഒരു തവണ വായിക്കുമ്പോഴത്തേക്കും തന്നെ സ്പിരിച്വൽ കോഡ് വലിയ അളവിൽ ബിഗർ ആവും, ഓറയും ചക്രയൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ അഡ്വാൻസ് പ്രാണിക് ഹീലിംഗ് പഠിച്ച ആൾക്കാർ അവരുടെ അഡ്വാൻസ് പ്രാണിക് ഹീലിംഗിന്റെ ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ പേജ് നമ്പർ 30, ഇംഗ്ലീഷ് പുസ്തകമാണ്, ഇപ്പോൾ മലയാളം വരുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോകും. ഡിഗ്രി ഓഫ് എവല്യൂഷണറി ഡെവലപ്മെന്റ് ആൻഡ് സൈസസ് ഇൻ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കോളുണ്ട്. നമ്മുടെ ആത്മീയ പരിണാമം എത്രയാണോ അതനുസരിച്ച് നമ്മുടെ ചക്രകൾ ബിഗർ ആയിരിക്കും. ഇപ്പൊ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരാളുടെ ചക്ര പറയുന്നത് അതിൽ പറയുന്ന 2 ഇഞ്ച് അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കും. ഒരു ബിലോ ആവറേജ് 2.5, ആവറേജ് എന്ന് പറയുന്നത് 3 to 4 ഇഞ്ചസ് ആണ് ആവറേജ് അവർ മാസസ്. പൊതുവെ നമ്മളൊക്കെ ഓറയുടെ അല്ലെ ചക്രയുടെ സൈസ് പറയുന്ന ആവറേജ് സൈസ് പറയുന്നത് 3 to 4 ഇഞ്ചസ് ആണ് പറയും. ദെൻ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് ഇന്റലിജന്റ് ആവുന്നതനുസരിച്ച് എങ്ങനെയാണ് സൂപ്പർ പേഴ്സൺസ് ആവുമ്പോഴും അഡ്വാൻസ് യോഗി ആവുമ്പോഴും, ബുക്കിൽ പറയുന്ന അഡ്വാൻസ് യോഗി ആകുമ്പോഴേക്കും നിങ്ങൾ 18 ഇഞ്ചസ് ഓർ മോർ നിങ്ങളുടെ 1.5 അടിയോളം നിങ്ങളുടെ ചക്രയുടെ സൈസ് വരും പറയും. സോ ഇത് ഒരു അഡ്വാൻസ് യോഗി എത്രയോ ജന്മങ്ങൾ കൊണ്ടാണ് അത്ര ഒരു അഡ്വാൻസ് യോഗിയായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റ്. നമുക്ക് ചക്രയിലെ എവല്യൂഷണറി ഡെവലപ്മെന്റ് ആൻഡ് സൈസസ് ഇൻ ഡയമീറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് അഡ്വാൻസ് പ്രാണിക് ഹീലിംഗിന്റെ ബുക്കിൽ പറയുന്നു. അപ്പൊ ഈ ഒരു കാര്യം നമുക്കൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് ജ്ഞാനമാർഗം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു മെന്റൽ ഈറ അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെന്റലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് അല്ലെങ്കിൽ ഒരു ടൈമിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന്റെ കാര്യം ഇന്ന് ഇത്രയും അഡ്വാൻസ്മെന്റ് ഒക്കെ ഉള്ളത്, ഒരുപാട് സയൻസും ടെക്നോളജിയൊക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയി നമ്മൾ പഴയ കാര്യത്തിനെ അപേക്ഷിച്ച് ഒരുപാട്, ഈവൻ നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർക്കും ഒരേപോലെ ഒരേ സമയത്ത് യാത്ര ചെയ്യാതെ ഈവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ വീട്ടിലിരുന്ന് പല ജോലിയും ചെയ്യുന്നതിനിടയിലൂടെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അഡ്വാൻസ്ഡ് ആയി. അപ്പൊ ഇത് നമ്മുടെ ഒരു മെന്റൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ കാലഘട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വഴിയാണ് ജ്ഞാനമാർഗം അല്ലെങ്കിൽ യോഗ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. കാര്യം നമുക്കറിയില്ല, നമ്മളെ ഈ പാസ്റ്റ് കർമ്മയാണ് നമ്മുടെ പ്രസന്റ് ലൈഫിന് കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസന്റ് ലൈഫാണ് അടുത്ത ലൈഫിന് കാരണമായിട്ട് വരിക. ഇപ്പൊ നമ്മൾ ലക്കിലി നമ്മുടെ പാസ്റ്റ് കർമ്മ കൊണ്ടാവാം നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചത്. അപ്പൊ അതിന്റെ പിന്നില് തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരു ദൈവിക നിയോഗം ഉണ്ടാവാം. നമ്മൾ മെന്റലി ഇവോൾവ് ചെയ്യണം, നമ്മൾ മെന്റലി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ദൈവിക നിയോഗം ഉള്ളത് കൊണ്ട് തന്നെയാവാം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചത്. ഇനി മാത്രമല്ല, നമ്മൾ മറ്റ് രാജ്യങ്ങളോ അല്ലെ ഈവൻ നമ്മൾ ജനിച്ച രാജ്യത്തെ സംസ്ഥാനങ്ങളെയൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും പുറകിലല്ല. നമ്മൾ മാനസിക ബുദ്ധി വികാസത്തിന് നമ്മൾ ഒട്ടും പുറകിലല്ല. ഇന്നിപ്പോ കേരളത്തിലുള്ള ആളുകളിൽ എത്ര ശതമാനം ആൾക്കാർ കായികമായിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആരും ചെയ്യുന്നില്ല. എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ളത് മെന്റൽ ഇൻവോൾവ്മെന്റ് ഉള്ള ജോലികളിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയും, നമ്മളെ ബാക്കിയുള്ള കായികമായിട്ടുള്ള ജോലികളൊക്കെ, ഭൗതികമായിട്ടോ കായികമായിട്ടുള്ള ജോലികളൊക്കെ മറ്റ് അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികളാണ് നമുക്ക് ചെയ്തു തരുന്നത്. നമ്മൾ ചെയ്യുന്നത് മുഴുവനും മെന്റലി ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ മാനസിക വികാസം പ്രാപിച്ച ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ മനസ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് മെന്റലി ഇൻവോൾവ് ആയിട്ടുള്ള ജോലികളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഇതിനെയൊക്കെ വിലയിരുത്തുകയും അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജനിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ ജനിക്കുക, നല്ല വിദ്യാഭ്യാസം, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലക്കിലി നമുക്ക് എസോട്ടറി ടീച്ചിങ്സ് എല്ലാം ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് പ്രാണിക് ഹീലിംഗ്. അല്ലെങ്കിൽ അതിനെ നമ്മളെ സഹായിക്കുന്ന, അതിനെ നമ്മളെ എലിജിബിൾ ആക്കിയിട്ടുള്ള വലിയൊരു ടീച്ചിങ് ആണ് പ്രാണിക് ഹീലിംഗ്. കാരണം സൂക്ഷ്മമായിട്ടുള്ള ഊർജത്തെ സെൻസ് ചെയ്ത് ഫീൽ ചെയ്ത് അതിനെ അനുഭവിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നർ ടീച്ചിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കഴിവ്
വേറെ ആരെക്കാളും കൂടുതലാണ്. അപ്പൊ നമ്മൾ ഒന്ന് ഈ മെന്റൽ ഇറയിലാണ് നമ്മൾ ജീവിക്കുന്നത്, മെന്റലി ഇവോൾവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ട്, ജോഗ്രഫിക്കലി അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യവും ഒക്കെ, നമ്മുടെ ചുറ്റുപാടും ഒക്കെ തന്നെ അതിന് പറ്റിയ സാഹചര്യമാണ്. നമ്മൾ നല്ല വിദ്യാഭ്യാസമുള്ളവരും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നവരും നല്ലൊരു ശതമാനം ആൾക്കാർ, നമ്മളുടെ എല്ലാവരും തന്നെ കായികമായിട്ടുള്ള ജോലി ചെയ്യുന്നവരല്ല, കൂടുതൽ മെന്റൽ ഇൻവോൾവ്മെന്റ് ഉള്ള ജോലി ചെയ്യുന്നവരാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിന് കൂടുതൽ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടെ മറ്റാരെക്കാളും കൂടുതലായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനൊക്കെ പരമപ്രധാനമായിട്ട് പ്രാണി ഹീലേഴ്സ് ആണെന്നുള്ളതും ഈ സൂക്ഷ്മമായിട്ടുള്ള ഊർജത്തെ സംവേദനം ചെയ്ത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇന്നർ ടീച്ചിങ്സ് നമുക്ക് വളരെ വേഗത്തിൽ വഴങ്ങും. അതിന് പറ്റുന്ന ഒരു ബേസ്, ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പ്രാണി ഹീലിംഗിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിനെ നമ്മൾ എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് നമുക്ക് സ്പിരിച്വൽ വൺനെസ് നേടാൻ സാധിക്കുന്ന ഒരു മാർഗത്തിൽ ഒന്നാണ്, അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു മാർഗമാണ് ജ്ഞാനയോഗ, യോഗ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ബുക്ക് സ്റ്റഡി പറയുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും ഇതിനെപ്പറ്റി എല്ലാവരും ഒന്ന് അവെയർ ആയിരിക്കും, എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ബുക്ക് സ്റ്റഡി. ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ തീരെ മെന്റൽ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജനിച്ചിട്ട് നമുക്ക് ഇതിന് പോകാൻ പറ്റില്ല. കാര്യം എന്താണ്? അതിന് വേണ്ട ഇന്റലിജൻസോ കാര്യങ്ങളോ ഒക്കെ വേണം. അപ്പോൾ ഇത്രയും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ പ്രയോജനപ്പെടുത്തണം, ബുക്ക് സ്റ്റഡിയെ പ്രയോജനപ്പെടുത്തണം. സോ ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും സോഹം ബുക്ക് സ്റ്റഡിയിൽ പങ്കെടുക്കണം എന്നുള്ള അർത്ഥത്തിൽ അല്ല, മറിച്ച് ഇന്ന് നമുക്ക് ധാരാളം ബുക്സ് അവൈലബിൾ ആണ്. ഗ്രാൻഡ് മാസ്റ്റർ ബുക്കുകൾ തന്നെ നമുക്ക് വായിക്കാം. അതേപോലെ തന്നെ ധാരാളം ബുക്ക് സ്റ്റഡീസ് വേൾഡ് പ്രാണി ഹീലിംഗ് ഫൗണ്ടേഷന് തരത്തിൽ അർഹാത് യോഗ പ്രാക്ടീഷണേഴ്സിന് നടത്തുന്നുണ്ട്. അതുകൂടാതെ ഓൾ ഇന്ത്യ ലെവലിൽ ധാരാളം ട്രെയിനേഴ്സ് പല ബുക്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഉണ്ട്. ദെൻ അത് നല്ല നല്ല ബുക്സിന്റെ റിവ്യൂസും സ്റ്റഡീസും ഒക്കെ പലപ്പോഴും ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനത്തുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. മറ്റൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട്, വേൾഡ് പ്രാണി ഹീലിംഗ് ഫൗണ്ടേഷൻ അർഹാത് യോഗ പ്രാക്ടീഷണേഴ്സിന് വേണ്ടി ചെയ്യുന്ന ബുക്ക് സ്റ്റഡീസ് ഉണ്ട്, പ്രത്യേകിച്ച് ശ്രീരാം രാജഗോപാൽ ചെയ്യുന്നത്. ഇതൊന്നും ഒരു അർഹാത് യോഗ പ്രാക്ടീഷണറും അത് എന്താ പറയാ, അത് പ്രയോജനപ്പെടുത്താതിരിക്കരുത്. അത് 100% ഫ്രീ ആണ്. നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ഫ്രീ ആണ് ആക്ച്വലി. സോ അതെല്ലാം എല്ലാവരും പങ്കെടുക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. കാര്യം ഈ കാലഘട്ടം ഇങ്ങനത്തെയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്താതെ പോകരുത്. അത് പറയാനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് ഈ ഒരു സെഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്, ബുക്ക് സ്റ്റഡിയുടെ പ്രാധാന്യം. ഇനി അർഹാത് യോഗ പ്രാക്ടീഷണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബുക്ക് സ്റ്റഡി പറയുന്ന അവരുടെ ഒരു പില്ലറാണ്. ഒരു പില്ലർ ബുക്ക് സ്റ്റഡിയാണ്, ട്രുത്ത് പില്ലറാണ്. സോ അതുകൊണ്ട് അവരതിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ വേണം അത് ചെയ്യാനായിട്ട്. സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ നടത്തുന്ന ബുക്ക് സ്റ്റഡി പറയുന്നത് പബ്ലിക്കിനുള്ള ബുക്ക് സ്റ്റഡിയാണ്. പബ്ലിക് മീൻസ് പ്രാണി ഹീലേഴ്സ് അല്ലാത്തവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ബുക്ക് സ്റ്റഡിയാണ്. കാരണം അതിലുള്ളത് പ്രാണി ഹീലിംഗ് ബുക്സ് അല്ല, അതിൽ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പ്രാണി ഹീലിംഗ് ബുക്സ് അല്ല, മറ്റ് ബുക്സ് ആണ്. ഗ്രാൻഡ് മാസ്റ്റർ നിർദ്ദേശിച്ച ബുക്കുകൾ, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ബുക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ എനിബഡി ക്യാൻ ജോയിൻ, ആർക്കും ജോയിൻ ചെയ്യാം. ആർക്കും ഒരു എന്ത് പറഞ്ഞാലും ശ്രീരാമിന്റെ ക്ലാസ്സിന്റെ ലിങ്ക് ആണെങ്കിൽ അത് ആഴ്ചക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്നതാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാനത് അയച്ചു തരാം. ഈ നമ്മളെ ബുക്ക് സ്റ്റഡിയെ കുറിച്ചാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞു തരും. ഇതൻ ഇപ്പൊ നമ്മൾ റണ്ണിങ് ബുക്ക് സ്റ്റഡി, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബുക്ക് സ്റ്റഡി എന്ന് പറയുന്നത് മെന്റൽ ബോഡിയെ കുറിച്ചുള്ളതാണ്. ദ മെന്റൽ ബോഡി എന്നുള്ള ഈ പവലിന്റെ ബുക്കാണ്. അത് ഓൾമോസ്റ്റ് നമ്മളൊരു 40 ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഏത് സമയത്ത് ഈ ബുക്ക് സ്റ്റഡിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം ഈ ബുക്സ് നമ്മൾ എപ്പോൾ വായിക്കുമ്പോഴും നമുക്ക് അത് ഏത് ടൈമിലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ബുക്ക് ഉള്ളത്. നമുക്ക് എനി ടൈം നമുക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇനി ഒരു 1 മന്ത് ബാക്ക് വരെയുള്ള റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് മേടിക്കുകയും ചെയ്യാം. മെന്റൽ ബോഡിയാണ്. സോ ഈ ബുക്ക് സ്റ്റഡിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് പബ്ലിക്കിന് പങ്കെടുക്കാൻ പറ്റുന്നതാണ്. അതേസമയത്ത് ഈ ബുക്ക് സ്റ്റഡിയിലുള്ള ആൾക്കാർക്ക്, പ്രാണി ഹീലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇത് മെന്റൽ ബോഡി വരുന്നത് വ്യാഴവും വെള്ളി ദിവസങ്ങളിലാണ്.
ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള പ്രാണി ഹീലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മൺഡേ ട്യൂസ്ഡേ വരുന്ന ദിവസങ്ങളിൽ പ്രാണി ഹീലിംഗിന്റെ ബുക്സിന്റെ സ്റ്റഡി അത് ഫ്രീ ആയിരിക്കും. അത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. മെന്റൽ ബോഡിയുടെ ബുക്ക് സ്റ്റഡിക്ക് മാത്രമേ നമ്മൾ പേയ്മെന്റ് ഈടാക്കുന്നുള്ളൂ. കാരണം അത് പബ്ലിക്കിനും എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അതിലുള്ള പ്രാണി ഹീലേഴ്സിന് മാസ്റ്റർ ഷുവയുടെ ബുക്ക് സ്റ്റഡി പറയുന്നത് ഫ്രീ ആയിരിക്കും. അത് നമ്മൾ ഈ വർഷത്തിൽ ചെറിയ ചേഞ്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബുക്ക് എടുത്ത് അത് ഫിനിഷ് ചെയ്യും. ആ കൂടെ തന്നെ നമ്മൾ ബേസിക് അഡ്വാൻസ് സൈക്കോതെറാപ്പിയുടെ ഈ സെഷൻസും കൂടെ ബുക്കിനെ ബേസ് ചെയ്തും അതേപോലെ തന്നെ ആ കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള നഴ്ച്ചറിങ്ങും പ്രാക്ടീസ് സെഷൻസും കൂടി ഉൾപ്പെടുത്തിയായിരിക്കും മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ 3 ദിവസങ്ങൾ ഉണ്ടാകും. പ്രധാനമായിട്ടും ബുക്ക് സ്റ്റഡി പറയുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ 8 to 9 ആയിരിക്കും ഉണ്ടാകും. പിന്നെ അതില് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വഹം ബുക്ക് സ്റ്റഡിയിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ നടത്തുന്ന കുറെ പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഈവൻ അത് പെയ്ഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അതേപോലെ മറ്റു കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷന്റെ സെന്റേഴ്സിൽ നടക്കുന്ന ബേസിക് അഡ്വാൻസ് പ്രാണി സൈക്കോതെറാപ്പി കോഴ്സുകളൊക്കെ നമുക്ക് മിനിമം എമൗണ്ടിൽ നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള സൗകര്യം. പിന്നെ അതേപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഹീലിംഗ് എല്ലാം നിങ്ങൾക്ക് വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഹീൽ ചെയ്യാനുള്ള സൗകര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം കമ്മ്യൂണിറ്റീന്റെ ഭാഗമാവുന്നത് വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ബുക്ക് സ്റ്റഡിക്ക് നമ്മൾ മന്ത്ലി ആണ് സബ്സ്ക്രിപ്ഷൻ മേടിക്കുന്നത്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പറയുന്നത് 1200 rupees ആണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വരുന്നത്. ഇത് നിങ്ങൾ പുതിയ ഉള്ള ആൾക്കാർക്ക് അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ധാരാളം പ്രോഗ്രാമുകൾ ഫോറത്തിന്റെ കീഴിൽ ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ടാവും. ആ പ്രോഗ്രാമുകളിലൊക്കെ തന്നെ ശരി മെമ്പേഴ്സിന് ഫ്രീ ആയിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആയിരിക്കും. വളരെ കുറച്ച് മാത്രമേ നമ്മൾ പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യുന്നത്. അത് പബ്ലിക് അല്ലെങ്കിൽ മറ്റു പ്രാണി ഹീലേഴ്സോ ജനറൽ പ്രാണി ഹീലേഴ്സോ ഒക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാംസ് ആയിട്ടുണ്ട്. അല്ലാത്തത് അധികവും ഈ സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. വീണ്ടും ഞാൻ ബുക്ക് സ്റ്റഡിയെ കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ഒരു ലൈഫ് ടൈമിൽ തന്നെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിച്ചാൽ തന്നെ അത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണല്ലോ. ഒരു ലൈഫ് ടൈം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഫിസിക്കലി ഇൻകാർണേറ്റ് ചെയ്ത സമയമല്ല. ഫിസിക്കലി ഇൻകാർണേറ്റ് ചെയ്ത് ഫിസിക്കലി നമ്മൾ എന്താ പറയാ ഫിസിക്കലി മരിക്കുന്ന ഒരു അവസ്ഥയല്ല. മറിച്ച് നമ്മളുടെ ട്രൂ നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെൽഫ് ആണ്. ആ ഹയർ സെൽഫിന്റെ ആ വേൾഡിൽ നിന്ന് നമ്മൾ ലോവർ മെന്റൽ വേൾഡിലേക്ക് വന്നു. അവിടുന്ന് നമ്മൾ ആസ്ട്രൽ വേൾഡിൽ നിന്ന് നമ്മൾ ഫിസിക്കൽ വേൾഡിലേക്കും എത്തുമ്പോഴാണ് നമ്മളൊരു ഇൻകാർണേഷൻ ഹാഫ് ആവുന്നത്. ഫിസിക്കലി ഇൻകാർണേറ്റ് ചെയ്ത് കഴിയും. നമുക്ക് അതിന്റെ ഒരു സർക്കിൾ ആയിട്ട് കാണുകയാണെങ്കിൽ അതിന്റെ ഒരു ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ആവും നമ്മളെ എന്തോടുകൂടി ജനനത്തോടു കൂടി. പിന്നെ നമ്മൾ വരുന്ന പ്രോസസ്സ് പറയുന്നത് നമ്മൾ റിട്ടേൺ പ്രോസസ്സാണ്. തിരിച്ചു പോകുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് പറയാം. ആ തിരിച്ചു പോകുന്ന പ്രോസസ്സിൽ നമ്മൾ വീണ്ടും നമ്മൾ വരുമ്പോൾ നമ്മൾ ഫിസിക്കലി എന്ന് പറയുന്നത് ശരിക്കും ഒരു 9 months ആണെന്നുണ്ടെങ്കിൽ ഇൻകാർണേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന പ്രോസസ്സിൽ ഫിസിക്കലി നമ്മുടെ ആയുസ് ഒരു 120 വർഷം വരെ ഉണ്ടാവും. അത് അത്രയും മാക്സിമം വരുന്നത്. ദെൻ അതേപോലെ തന്നെ ആസ്ട്രൽ ലൈഫ് നമുക്ക് കുറച്ച് ഇയേഴ്സ്, മേ ബി ഒരു 40, 50, 60, അത് ഡിപ്പെൻസ് ഓരോരുത്തരുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റ് അനുസരിച്ചായിരിക്കും. ചില കേസിൽ 300 ഈവൻ 1500 ഒക്കെ വന്നേക്കാം. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മെന്റൽ ലൈഫ് താരതമ്യേന ആൾക്കാരിൽ കൂടുതലായിരിക്കും. വളരെ എന്താ പറയാ വേണ്ടത്ര വികാസം പ്രാപിച്ചിട്ടില്ലാത്ത പ്രാകൃതമായിട്ടുള്ള അവസ്ഥയിലൊക്കെയുള്ള ഹ്യൂമൻ ബീങ്സിലായിരിക്കും അത് വളരെ കുറച്ച് കാണാം. അല്ലാത്തവരിൽ അത് 1000 years ഉണ്ടാവും. അപ്പൊ ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളോളം എടുക്കുന്നതാണ് നമ്മളുടെ ഒരു ജന്മം എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ കാണുന്നത് നമ്മുടെ ആകെ ഈ ഫിസിക്കൽ ബോഡിയിലുള്ള അവസ്ഥ മാത്രമല്ല, അത് ഫിസിക്കലി നമ്മൾ പ്രസന്റ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ നമ്മളുടെ സ്ഥിരമായ തലത്ത് നിന്ന് നമ്മുടെ സ്വഗ്രഹത്തിൽ നിന്ന് പറയുന്നത് ഹയർ മെന്റൽ വേൾഡ് ആൻഡ് എബോ ആണ്. അപ്പൊ ഹയർ മെന്റൽ വേൾഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ലോവർ മെന്റൽ വേൾഡ്
ആസ്ട്രൽ വേൾഡ്, ഫിസിക്കൽ വേൾഡ്, ദെൻ വീണ്ടും ആസ്ട്രൽ വേൾഡ്, ലോവർ മെന്റൽ വേൾഡ് കടന്ന് വീണ്ടും നമ്മൾ ഹയർ മെന്റൽ വേൾഡിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു അവസ്ഥയാണ് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കോൺഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ഈ 3 ലോകത്ത്, ലോവർ മെന്റൽ വേൾഡ്, ഒരു ഇൻകാർണേറ്റഡ് സോൾ, ജനിച്ച ആത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഇൻകാർണേറ്റഡ് സോളിന്റെ 3 ലോകങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ലോവർ മെന്റൽ വേൾഡും ആസ്ട്രൽ വേൾഡും അതേപോലെ തന്നെ ഫിസിക്കൽ വേൾഡുമാണ്. ഇത്രയും വേൾഡിലുള്ള നമ്മളുടെ കാലഘട്ടമാണ് നമ്മൾ ലൈഫ് സ്പാനാണ് നമ്മളൊരു ലൈഫ് എന്ന് പറയുന്നത്, ഒരു ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ 3 ലോകത്തും ജീവിക്കാൻ വേണ്ടി നമുക്ക് 3 ശരീരങ്ങളുണ്ട്. ഭൗതിക ശരീരത്തിൽ ഉപയോഗിച്ച് നമ്മൾ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന പോലെ ആസ്ട്രൽ വേൾഡിൽ നമുക്ക് ആസ്ട്രൽ ബോഡി ഉണ്ട്. ലോവർ മെന്റൽ വേൾഡിനെയാണ് നമ്മൾ മെന്റൽ വേൾഡ് എന്ന് പൊതുവെ പറയാം. മെന്റൽ വേൾഡിൽ നമുക്ക് മെന്റൽ ബോഡി ഉണ്ട്. ഇനി ഈ 3 ബോഡീസിലും ഈ 3 ശരീരത്തിലും കൂടെ ഉള്ള നമ്മളുടെ ആകെത്തുകയുള്ള ബോധത്തിനെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു മെന്റൽ ഡെവലപ്മെന്റ്, നമ്മൾ മെന്റലി ഇൻവോൾവ് ആവുക, മെന്റലി ഇവോൾവ് ചെയ്യുക, നമ്മൾ ഇന്റലക്ച്വലി നമ്മൾ ഇവോൾവ് ചെയ്യുക, ദെൻ ജ്ഞാനത്തിന്റെ മാർഗം, യോഗ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ആസ്പെക്ട്, നമ്മുടെ ഒരു മെന്റൽ ആസ്പെക്റ്റിൽ എല്ലാം നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. മെന്റൽ ആസ്പെക്റ്റിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ഈവൻ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഞാനത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ വികാസം അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിയുടെ ഡെവലപ്മെന്റ് അനുസരിച്ച്, ഫിസിക്കൽ ബോഡി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഭൗതിക ലോകത്ത് കൂടുതൽ അനുഭവങ്ങൾ ആർജിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതൽ നമുക്ക് ഒരുപാട് ഭൗതിക അനുഭവങ്ങൾ കുറവ് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള കഴിവ് സാധിക്കുന്നില്ല, ഒരുപാട് പദവികൾ, ഒരുപാട് മേഖലകളിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ നമ്മൾ വലിയ അളവിൽ നമ്മൾ ഫിസിക്കലി ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഫിസിക്കൽ ബോഡിയെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ വികാസം കൂടി വരുമ്പോഴാണ് നമുക്ക് ഭൗതികമായിട്ടുള്ള വളർച്ച ഉണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ അയാൾ നല്ല ആരോഗ്യമുള്ള ആളായിട്ട് മാറും, നല്ല സമ്പദ് സമൃദ്ധിയുള്ള ആളായിട്ട് മാറും. അതേപോലെ തന്നെ വലിയ പദവികളും അധികാരങ്ങളും ഉള്ളവരും, വലിയ ഏരിയ, ഈവൻ ലോകം മുഴുവനും നല്ല എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും. ഇല്ല, അതിന്റെ വികാസം അനുസരിച്ച് ഇത് ഫുള്ളി അങ്ങനെയല്ല, എന്നാലും വലിയൊരു ശതമാനം വരെ അതിന്റെ വികാസക്കുറവനുസരിച്ച് നമുക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഏരിയ, നമുക്ക് അറിയുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തലങ്ങൾ, നമ്മുടെ അധികാര പരിധി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ ഈ ഒരു ഭൗതികമായിട്ടുള്ള വളർച്ചയെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഇതിന് ഭൗതികമായിട്ടുള്ള വളർച്ച മാത്രമല്ല, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള വളർച്ച, നമ്മുടെ ആസ്ട്രൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമോഷണലി നമ്മൾ കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ആൾക്കാർ വരും. ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ അവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ നമ്മൾ കുറച്ചുകൂടി ഇമോഷണലി നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഫാമിലി റൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പല കഴിവുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് സക്സസ്ഫുള്ളി അത് റൺ ചെയ്ത് പോകണമെങ്കിൽ ഒരു വലിയൊരു കമ്പനി, ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ വലിയൊരു ഓർഗനൈസേഷനോ ഒക്കെ നമുക്ക് സക്സസ്ഫുള്ളി റൺ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള വികാസം മാത്രം പോരാ, എന്തുകൂടെ വേണം? വൈകാരികമായിട്ടുള്ള വികാസം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആസ്ട്രൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ വൈകാരിക ഇമോഷണൽ ഡെവലപ്മെന്റ് നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്റലക്ച്വലി, നമ്മൾ മെന്റലി നമ്മൾ വളരെ വികാസം പ്രാപിക്കണം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വലിയ അളവിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ഇതിൽ തന്നെ നമ്മളുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ സ്റ്റേജ് പോവുക. ആദ്യത്തെ ഇനിസിയേഷൻ പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ ഇവോൾവ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഭൗതിക ശരീരവും നമ്മുടെ ബ്രെയിനും നെർവസ് സിസ്റ്റം ഒക്കെ വലിയ അളവിൽ ഡെവലപ്ഡ് ആവുക. അപ്പൊ ആ സമയത്ത് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന, നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള ജോലികൾ എന്ന് പറയുന്നത് കാർഷിക വൃത്തി, അല്ലെങ്കിൽ ഒരുപാട് കായികമായിട്ടുള്ള അധ്വാനം വേണ്ട ജോലികളൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും, നമ്മൾ ഏകദേശം ആ ഒരു അവസ്ഥ വലിയൊരു അളവിൽ മാസ്റ്റർ ചെയ്തുകൊണ്ടാണ് പലരും, പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഉള്ള ആളുകളും ഒക്കെ
താരതമ്യേന കായികമായിട്ടുള്ള ജോലി ചെയ്യുന്നത് അങ്ങനെയുള്ള ജോലികളിൽ നിന്നൊക്കെ മാറി അവർ കുറച്ചും കൂടെ ഇവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ഡെവലപ്മെന്റ് ആണ്. ഇതിന്റെ അടുത്ത് നമ്മൾ വൈകാരികമായിട്ടുള്ള നമ്മുടെ ഡെവലപ്മെന്റ് ആണ്, പിന്നെ മാനസികമായിട്ടുള്ള ഡെവലപ്മെന്റ്. ഇങ്ങനെ ഓരോ സ്റ്റേജിലൂടെ വേണം നമ്മൾ സ്പിരിച്വലി ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് ആദ്യം 100% ഫിസിക്കൽ ഡെവലപ്മെന്റും, പിന്നെ 100% ആസ്ട്രൽ, പിന്നെ 100% മെന്റൽ, ഇങ്ങനെയല്ല സംഭവിക്കുക. നിങ്ങളിവിടെ ഒരു 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 മിനിമം ഡിഗ്രി അല്ലെങ്കിൽ ഒരു സെർട്ടൺ ഡിഗ്രി ഫിസിക്കലി നിങ്ങൾ ഇവോൾവ് ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾ ആസ്ട്രലി ഒരു മിനിമം ഡെവലപ്പ് ചെയ്യും. അതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ മെന്റൽ ഡെവലപ്മെന്റ് കുറേശ്ശെ ആരംഭിക്കും. ഇവിടെ നിങ്ങൾ ഫിസിക്കലി ഒരു മാക്സിമം ഡെവലപ്മെന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു സെർട്ടൺ ഡിഗ്രി ഓഫ് ഡെവലപ്മെന്റ് ആസ്ട്രലി ഉണ്ടാവും. അതനുസരിച്ച് കുറച്ചും കൂടെ ഡെവലപ്മെന്റ് നമ്മൾ മെന്റലി ഉണ്ടാവും. സോ ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ മെന്റൽ ഡെവലപ്മെന്റിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, മെന്റൽ ഡെവലപ്മെന്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ മെന്റൽ തലത്തിൽ അല്ലെങ്കിൽ മാനസിക തലത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഈവൻ ഒരു വളരെ ചെറിയ തലത്തിലുള്ള ഡെവലപ്മെന്റ് പോലും നമ്മുടെ ആസ്ട്രൽ ഫിസിക്കൽ ആസ്പെക്റ്റിൽ വലിയ രീതിയിൽ മാഗ്നിഫൈ ചെയ്തിട്ട് അത് പ്രകടമാവും. അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ബുക്ക് സ്റ്റഡിയോ അല്ലെങ്കിൽ ജ്ഞാനമാർഗം അല്ലെങ്കിൽ യോഗ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനയോഗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ മെന്റൽ ഡെവലപ്മെന്റ് എന്നുള്ള തരത്തിലല്ല, ഈവൻ വളരെ മൈക്രോ ലെവലിലുള്ള, നാനോ ലെവലിലുള്ള, മൈന്യൂട്ട് ലെവലിലുള്ള മെന്റൽ ഡെവലപ്മെന്റ് നമ്മുടെ ആസ്ട്രൽ ഫിസിക്കൽ ആസ്പെക്റ്റിൽ അത് പ്രകടമാവുന്നത് എത്രയോ വലിയ അളവിലായിരിക്കും. അപ്പൊ അത് നമ്മുടെ ഭൗതിക ജീവിതത്തെ വലിയ സ്വാധീനം, ഭൗതിക ജീവിതത്തിൽ വലിയ പോസിറ്റീവായുള്ള സ്വാധീനം ഭൗതിക ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിനും നമ്മുടെ ഭൗതികമായുള്ള ഡെവലപ്മെന്റിനൊക്കെ അത് വലിയ അളവിൽ സഹായിക്കും. സോ നിങ്ങൾ ഇതിനെ ഒരു പ്യുവർ മെന്റൽ ഡെവലപ്മെന്റ് എന്നുള്ള ആസ്പെക്റ്റിൽ മാത്രം കാണരുത്. മെന്റലി ഇവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യുന്ന സമയത്ത് ഈ 3 അവസ്ഥയിലും അവരിൽ വലിയ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതിന് അത് കാരണമാകുന്നത്. പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ അതിന്റെ കൂടെ പറയുന്നതാണ്, യോഗ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓൾസോ റിക്വയർസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ പ്യൂരിഫിക്കേഷൻ. സോ ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ വേണ്ടത്ര ഇല്ലാന്നുണ്ടെങ്കിൽ ബോഡി മേ ബിക്കം സിക്ക്, ആൻഡ് മെന്റൽ പ്യൂരിഫിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആ പ്രാക്ടീഷണർ സൈക്കോളജിക്കലി ഇംബാലൻസ്ഡ് ആവും എന്ന് പറയും. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ജ്ഞാനയോഗയുടെ ഭാഗമായിട്ട് 2 days നമ്മൾ ജ്ഞാനയോഗ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 3 days നമ്മൾ ഈ പ്യൂരിഫിക്കേഷനിലും ഹീലിംഗിലും ഈ ഇന്നർ പ്യൂരിഫിക്കേഷനിലും ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടെ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നത് in order to offset negative karma, past negative karma, we have to practice service and tithing. അതിന്റെ കൂടെ സർവീസും തൈത്തിങ്ങും, സേവനം ചെയ്തുകൊണ്ട്, ദാനം ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ഓബ്സ്റ്റക്കിൾസ്, അതല്ലേ നമ്മളുടെ ഈ ഒന്ന് നമുക്ക് ബുക്ക് സ്റ്റഡിയായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള തടസ്സങ്ങൾ, അതേപോലെ നമ്മളുടെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഒബ്സ്റ്റക്കിൾ ആയിട്ടിരിക്കുന്ന കർമ്മ, അത് ന്യൂട്രലൈസ് ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു അവയർനെസ്സും അതേപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് ഇന്നർ പ്യൂരിഫിക്കേഷന് വേണ്ട പ്രാക്ടീസുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 3 ദിവസവും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് 2026 ബുക്ക് സ്റ്റഡി പറയുന്നത് ഈ ഒരു രീതിയിൽ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ജ്ഞാനയോഗ മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ പ്യൂരിഫിക്കേഷൻ, അതേപോലെ തന്നെ ആ ന്യൂട്രലൈസിങ് ഇഫക്റ്റിന് നമ്മുടെ സർവീസ് ആൻഡ് ടൈപ്പിങ്ങിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ബുക്ക് സ്റ്റഡി നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ബോഡി സെൽഫ് സ്റ്റഡിയിൽ തന്നെ പറയും, നമ്മൾ ഓൾമോസ്റ്റ് നമ്മളൊരു 325 years ആയിട്ട് നമ്മൾ എന്താ പറയാ 1700 മുതൽ, അതെ 325 വർഷമായിട്ട് നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ എക്സിസ്റ്റൻസ് ഓഫ് ബോഡി സെൽഫ് സ്റ്റഡിയിൽ പറയുന്നതും അതേപോലെ തന്നെ ദ ഹോളി സയൻസ് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്ന പ്രകാരം നമ്മൾ കലിയുഗം നമ്മൾ ഏകദേശം ഒരു 325 വർഷം ഓക്കെ. സോ കലിയുഗം കഴിഞ്ഞു, നമ്മുടെ ദ്വാപരയുഗത്തില് 325 വർഷം ഇപ്പൊ ഏകദേശം കഴിഞ്ഞു എന്നുള്ള രീതിയിലുമാണ്. അപ്പം
ദ്വാപരയുഗം എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു മാനസിക വികാസത്തിന്റെ ഒരു സമയമാണ് ദ്വാപരയുഗം പറയുന്നത്. സോ അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇനിയും 2400 വർഷത്തിലേറെ, 2400 വർഷത്തോളം ഇനിയുണ്ട്. അപ്പൊ അതിൽ ഏകദേശം 2100 വർഷം ഇനിയും ഉണ്ടാവും അസെൻഡിങ് ദ്വാപരയുഗത്തിൽ. സോ ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു വലിയ മാനസിക വികാസത്തിന്റെ ഒരു യുഗത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഭൂമിയിൽ തന്നെ വലിയ ചേഞ്ച് അതിനനുസരിച്ചിട്ടുള്ള, കാരണം അതനുസരിച്ച് നമ്മളെ സൗരയൂഥം ഗാലക്സിയുടെ സെന്ററിലേക്ക് എടുക്കും. ഗാലക്സിയുടെ സെന്ററിലേക്ക് എടുക്കുമ്പോൾ എന്താവും, നമ്മുടെ കോൺഷ്യസ്നസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇൻ ജനറൽ ഞാൻ പറഞ്ഞു നമ്മുടെ മെന്റൽ ബോഡി ഉള്ളതുപോലെ എർത്തിൽ ഒരു മെന്റൽ പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. മെന്റൽ പ്ലെയിൻ ഉണ്ട്. അപ്പൊ ആ ഡെവലപ്മെന്റ്, എർത്തിന്റെ മെന്റൽ പ്ലെയിനിലും ആ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് പ്രകടമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ മെന്റൽ ബോഡി കൂടുതൽ റിഫൈൻമെന്റ് ചെയ്യാനും മെന്റൽ ബോഡിക്ക് വേണ്ട എക്സസൈസ് ആയിട്ട് ജ്ഞാനയോഗ പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യുന്നത് വഴി നമുക്ക് ഈ എർത്തിന്റെ മെന്റൽ പ്ലെയിനിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ മെന്റൽ ഡെവലപ്മെന്റ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് സ്വീകരിക്കുന്നതിനും അത് നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റിന് ഏത് കാലഘട്ടത്തിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുന്നതിനൊക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം അത്ര ഇമ്പോർട്ടന്റ് ആണ്. ജ്ഞാനയോഗിക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. ഏതൊക്കെ മാർഗത്തിലൂടെ നമുക്ക് ജ്ഞാനം സമ്പാദിക്കാൻ സാധിക്കുമോ, ഏതൊക്കെ രീതികളിലൂടെ നമ്മൾ ഈ ജ്ഞാനയോഗയുടെ പരിശീലനത്തിലേക്ക് നമുക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടി സാധിക്കുമോ, അതൊക്കെ കഴിയുന്നത്ര ആൾക്കാർ അതിൽ ഇൻവോൾവ് ആയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇവോൾവ് ചെയ്യാം. ഈ കാലഘട്ടം അത്രയും അനുകൂലമാണ്, സാഹചര്യങ്ങൾ അത്രയും അനുകൂലമാണ്. ലക്കിലി നമ്മൾ പ്രാണിശീലിയും പഠിച്ചവരാണ്. അപ്പൊ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജ്ഞാനമാർഗത്തിലേക്ക് കൂടുതൽ ആൾക്കാർ കടന്നു വരിക, ജ്ഞാനയോഗം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ വേഗത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടാൻ പറ്റുന്ന വഴിയായിട്ട് അതിനെ കാണാം. സോ ഇതാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയും. ചിലപ്പോൾ മേ ബി നാളെയോ മറ്റന്നാളോ ആയിട്ട്, ചിലപ്പോൾ വ്യാഴാഴ്ച നമ്മൾ ബുക്ക് സ്റ്റഡി ഈ വർഷത്തത് ആരംഭിക്കുന്നത്. അതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഈ ബുക്ക് സ്റ്റഡിയെ പറ്റിയിട്ടുള്ള 1-2 സെഷൻസ് കൂടെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇനി നിങ്ങൾ ഓൾറെഡി സോഹത്തില് ബുക്ക് സ്റ്റഡിയിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട് കുറച്ച് പേര്. അപ്പൊ നിങ്ങൾ ഇതുവരെ പങ്കെടുത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ബുക്ക് സ്റ്റഡി പ്രയോജനപ്പെട്ടത് എന്നുള്ളത് ഈ പുതിയ കുറച്ച് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും, അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ഒരു 5 മിനിറ്റ്സ് സമയം കൂടെ ഉണ്ട് നമ്മുടെ മീറ്റിംഗ് അവസാനിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എങ്ങനെ അത് പ്രയോജനപ്പെട്ടു എന്നുള്ളത്, വെറുതെ നിങ്ങൾ നല്ല ബുക്ക് സ്റ്റഡി ചെയ്യുന്ന അടിപൊളിയാണ്, അങ്ങനെയാണ് ആക്ച്വലായിട്ടാണ് ഒരു സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എന്താണ് മറ്റുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ആരെങ്കിലും പറയാൻ വില്ലിങ് ആണെങ്കിൽ. നമസ്തേ സാർ. നമസ്തേ സാർ. ഞാനത് പറഞ്ഞില്ലെങ്കിൽ വലിയൊരു ദ്രോഹമാണ് എന്നോട് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും പുതിയ ആളുകൾ നമ്മുടെ നേരത്തെ ഉള്ള ഗ്രൂപ്പുകളിൽ പലപ്പോഴും ഹിന്ദി തരികയോ അല്ലെങ്കിൽ പറയുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും പുതിയ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവര് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫിസിക്കലിയും മെന്റലി ഒക്കെ കുറച്ച് ഡൗൺ ആയപ്പോൾ ഒരു വർഷമായിരുന്നു കഴിഞ്ഞത്. പക്ഷെ അതെനിക്ക് ശരിക്കും അത് അങ്ങനെ ഫീൽ ചെയ്യാതെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും അതിനൊക്കെ ശരിക്കും ഉയർത്തെഴുന്നേക്കാനും പറ്റിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് തീർച്ചയായും ഈ ബുക്ക് സ്റ്റഡിയുടെ ഒരു ശക്തി തന്നെയാണ്. അത് മാത്രമല്ല, അതിൽ ഉണ്ടായ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ്, അത് നമുക്കെല്ലാം അറിയാം. ധ്യാനം ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പലപ്പോഴും പലയിടത്തും വായിച്ച് അറിഞ്ഞൊക്കെ മനസ്സിലാക്കും. പക്ഷെ നമുക്കിത് എത്ര സിമ്പിളായിട്ട് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ ഉപയോഗപ്പെടുത്താം. കാരണം നമ്മൾ ആധ്യാത്മികത എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഫാമിലി ലൈഫിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം മാസ്റ്ററുടെ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുമ്പോൾ അതിൽ വലിയ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സാറ് ഇൻസ്ട്രക്ട് ചെയ്തൊരു പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് കോൺഷ്യസ്നെസ് എത്രത്തോളം ഡെവലപ്പ് ചെയ്തെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് തന്നെ എത്രയോ സിമ്പിൾ ആയിരിക്കും എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് പറയുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ റിസൾട്ട് എനിക്ക് ഒരുപാട് കിട്ടി. അതാണ് അത്. ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പുതിയ ആളുകൾക്ക് അതിനു വേണ്ടി പറയാം.
ഞാൻ 100 days തുടർച്ചയായിട്ട് ദിവസവും കവിത എഴുതി എന്നുള്ളതാണ്. അതെനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം പണ്ടും എഴുതും, അത് അവിടെ വെച്ചേക്കും, അങ്ങനെയുള്ള. എനിക്ക് അങ്ങനെ ഒരു അത് ലൈം ലൈറ്റിലേക്ക് വരാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. അത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാറുമില്ലായിരുന്നു. ഞാൻ ഞാൻ അത് ചുമതല വഹിച്ചിരുന്ന ഒരു പത്രത്തിൽ പോലും ഞാൻ അതിന് ശ്രമിച്ചില്ല. കാരണം എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല. എപ്പോഴും എൻ്റെ ഒരു വിചാരം, നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടി നമ്മൾ എഴുതുന്നു, അത് ആരെ കാണിക്കണ്ട എന്നായിരുന്നു. പക്ഷെ കൊറോണ ടൈം എത്തിയപ്പോൾ ആ സമയത്താണ് സാറിൻ്റെ ഓൺലൈനിലുള്ള ഈ ബുക്ക് സ്റ്റഡിയൊക്കെ വന്നത്. അപ്പൊ അതിലാണ് ഈ മാറ്റം ഭയങ്കരമായിട്ട്, വളരെ ഭയങ്കരം എന്ന് പറഞ്ഞാലും പേടിപ്പെടുത്തുന്നതാണ്. അതിബഹുലമായ ഒരു ഫ്ലോ ഓഫ് ലൈറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, അതിൻ്റെ ഒരു അറ്റമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത്, അത് വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. കാരണം അപ്പം ഞാൻ പുതിയ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. മറ്റുള്ളവർക്ക് നേരത്തെ അറിയാം, പക്ഷെ പുതിയ ആളുകൾ തീർച്ചയായിട്ടും ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയെടുത്താൽ എവിടം വരെ എത്തുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് വരെ ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ചപ്പം കുറെ കാര്യങ്ങൾ നേടാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഇവോൾവ് ആയിട്ടുള്ള കുറെ പേര് എന്തായാലും ഉണ്ടാവും ഇത് കൂട്ടത്തിൽ, പുതിയതായിട്ട് വന്നവരും. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് മുന്നിൽ എത്താൻ കഴിയും. കാരണം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ശരിക്കും ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഏറ്റവും ഡൗൺ ആയിപ്പോയ ഒരു ഘട്ടമാണ്. കാരണം ഞാനൊരു ലൈഫ് ലോങ് പാഷനായിട്ട് എടുത്തുകൊണ്ടിരുന്ന ആ ഒരു സംഗതിയാണ് എൻ്റെ ഗിറ്റാർ വായന. അതിന് ഒരുപാട് സമയം ഞാൻ ജീവിതത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു. എനിക്ക് വിരലുകൾ വേണ്ട രീതിയിൽ ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും അതെൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൈമോശം വന്ന് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെന്നല്ല, അങ്ങനെ വന്നു. പക്ഷെ എന്നിട്ടും അതിൽ ഡൗൺ ആവാതെ പിടിച്ചു നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ മാസ്റ്ററുടെ ടീച്ചിങ്സിന്റെ ആ ഒരു ശക്തി കൊണ്ടാണ്. കാരണം എന്തിനേം തരണം ചെയ്യാനും ഒന്നുമല്ല, ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല എന്നുള്ള നമ്മുടെ ടീച്ചിങ് വളരെ വളരെ നമുക്ക് ആശ്വാസം പകരുന്നതാണ്. ഇത്രയും മാത്രം തൽക്കാലം പറയുന്നുള്ളൂ. താങ്ക് യു സാർ. താങ്ക് യു മാസ്റ്റർ. Thank you for sharing, sir. Thank you. ആത്മനമസ്തേ. എൻ്റെ പേര് ഷാജി. നമ്മുടെ ബുക്ക് സ്റ്റഡിയെ കുറിച്ച് നമുക്കൊരു അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ബേസിക് ആയാലും അഡ്വാൻസ് കോഴ്സ് ആയാലും സൈക്കോതെറാപ്പി ഏതൊരു കോഴ്സ് പഠിക്കുമ്പോൾ പോലും ശരിയായ രീതിയിൽ നമുക്ക് അവിടുന്ന് ക്ലാസ് 2 ദിവസം കിട്ടും, പ്രാക്ടീസ് ഷെഡ്യൂൾ എല്ലാം കഴിയും. പക്ഷേ ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കണമെങ്കിൽ, ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് കേട്ടോ, തുറന്നു നോക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ബുക്ക് സ്റ്റഡി നമുക്ക് നിർബന്ധമാണ്. ആ ബുക്ക് സ്റ്റഡിയിൽ ഇപ്പോൾ ഞാൻ ഈ സോഹത്തിന്റെ ബുക്ക് സ്റ്റഡി വന്നതിന് ശേഷം ഓരോ പാരഗ്രാഫും സാറെടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ വീട്ടിൽ പോയി ആ പുസ്തകം ഒന്ന് എടുക്കും, ഒന്നുകൂടി ഒന്ന് വായിക്കാനുള്ള ശ്രമം ഉണ്ടാവും. ഇപ്പൊ ആക്സസ് കൂടി സെൽഫ് എവിഡൻസ് എന്ന പുസ്തകം വായിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഉള്ളിലുള്ള ശരിക്കായ അന്തസത്ത മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇംഗ്ലീഷ് അത്ര തരമില്ലാത്തതുകൊണ്ട് മലയാളത്തിൽ സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും കൂടി വ്യക്തത വരുത്താൻ കഴിയും. ഏറ്റവും അതിൻ്റെ ഒരു ടീച്ചിങ്സ് എനിക്ക് ശരിക്കും ഗ്രഹിക്കാൻ കഴിയും. അപ്പൊ അത് ശരിക്കും അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോഴും, നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും, ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഓരോ ലെയർ ബൈ ലെയർ മനസ്സിലാക്കാൻ ഓരോ ബുക്ക് സ്റ്റഡിയും എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട്, ഞാൻ ഇന്നലെ വന്നതല്ലെങ്കിലും ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ഇന്നും ആ ബുക്ക് സ്റ്റഡിയിൽ ചേരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബുക്ക് സ്റ്റഡി രാവിലെ നാളെ നടക്കുക. അപ്പൊ ആ ബുക്ക് സ്റ്റഡി ഓരോ ദിവസം പരിവർത്തനം വരുമ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. എൻ്റെ പ്രവർത്തനത്തിൽ, എൻ്റെ സ്വഭാവവൽക്കരണത്തിൽ, എൻ്റെ ഓരോ ലെവലിലും എനിക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ക്യാരക്ടർ ബിൽഡിംഗ് പറയുന്നുണ്ട്, ക്യാരക്ടർ ബിൽഡിംഗ് പറയുന്നു, പക്ഷെ അതിൽ ഓരോന്നിനും ഓരോ സത്യസന്ധത ഉണ്ട്. ആ സത്യസന്ധത ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് ബുക്ക് സ്റ്റഡി അല്ലാതെ അത്രത്തോളം എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു വേറെ എയർ കോഴ്സിന് പോകുമ്പോൾ പോലും സാർ എന്തിനും പറയും, ബേസിക് ആണ് അടിത്തറ. അപ്പൊ ബേസിക്കിൽ ഇത്രാമത്തെ പേജ് ഒന്ന് നോക്കാൻ പറയും. യെസ്, ഒന്നുകൂടി നോക്കും. അല്ലെങ്കിൽ മറ്റേ ചെറിയ ബുക്കുകൾ നമുക്ക് അതിന്റെ കൂടെ കിട്ടുന്നുണ്ട്, ആ പുസ്തകം ഒന്ന് മറിച്ച് നോക്കാൻ പറ്റും. അതിലൊരു പ്രെയർ വായിക്കാൻ പറ്റും, ആ പ്രെയറിന്റെ ഇന്നർ ടീച്ചിങ് കിട്ടും. അങ്ങനെ ഓരോ ഇന്നർ ടീച്ചിങ്സും ശരിക്കും ഇതൊക്കെ മാസ്റ്റർ ഡിസൈൻ ചെയ്ത് മാസ്റ്റർ സെറ്റ് ചെയ്താണെങ്കിൽ പോലും അതിന് സാറിലൂടെ അത് ഒഴുക്കി വരുമ്പോൾ നമുക്ക് പൊതുവെ സത്യത്തിൽ ഞാനൊക്കെ ഒരു 7 മണിക്കൊക്കെ അന്ന് ഈ കൊറോണ സമയത്തൊക്കെ നടന്നത് ഫുൾ ടൈം പ്രോഗ്രാം ആണെങ്കിലും വൈകുന്നേരം 7 മണിയിലെ ടിൻ ഹാർട്ട് മെഡിറ്റേഷൻ അത് എന്നിൽ വല്ലാത്തൊരു മാറ്റം വരുത്തിയതാ. ആ 7 മണി വരെ കടയിൽ വന്ന് കുളിച്ചിരിക്കും. അത് കഴിഞ്ഞ് ബുക്ക് സ്റ്റഡി കഴിയുമ്പോഴേക്കും രാത്രി വേറൊന്നും ചിന്തിക്കാൻ നമുക്കില്ല.
ഈ ഒരു സാധനമാണ് പിറ്റേ ദിവസം എൻ്റെ ഉള്ളിൽ എൻ്റെ ബിസിനസ് ലെവലിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ഇതിലേക്ക് തന്നെ വരും. ആ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ് ആണോ എങ്കിൽ എൻഗേജ് ആണ്. പക്ഷെ അതൊരു ലിമിറ്റേഷൻ നമ്മൾ വെക്കും. കാരണം നമുക്ക് ഈ ബുക്ക് സ്റ്റഡി അത്രത്തോളം പ്രയോറിറ്റിയാണ്. അത് പറയരുത് എന്ന് പറഞ്ഞാൽ പറയരുത്, ഇന്നതേ ചെയ്യാവുന്ന അത് ശരിക്കും നമുക്ക് പ്രാക്ടിക്കൽ സൈഡിലൂടെ കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയാണ് ഞാൻ ഓരോ ഹയർ കോഴ്സും ഓരോ റിട്രീറ്റ് പോലും പങ്കെടുക്കുമ്പോൾ അതിൽ ക്ലൻസിങ് പ്രോപ്പർട്ടി ആയാലും ഫിസിക്കൽ എക്സസൈസ് ആയാലും ശരി, നമ്മളെ ഓരോ സാധനം സാറ് പറയുന്നത് വ്യക്തമായിട്ട് എന്നെ കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് മാസ്റ്റർ ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ട് മാത്രമായിട്ടോ എൻ്റെ കഴിവ് മാത്രമൊന്നുമല്ല. അപ്പൊ എന്നെ ആ സമയമാകുമ്പോൾ എൻ്റെ ബോഡി ഓട്ടോമാറ്റിക് ഒരു വൈബ്രേഷൻ. ഇപ്പൊ 8 മണിക്ക് ബുക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും ഒഴിവാക്കും ഞാൻ. എല്ലാം കാറിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഒഴിവാക്കാറുള്ളൂ. പറ്റില്ല എനിക്ക്. മാക്സിമം ഫ്രീ ആയിട്ട് ഞാൻ ഇരുന്ന് ആ ബുക്ക് സ്റ്റഡി നോക്കി ആ പുസ്തകം ഒന്ന് മറച്ചു നോക്കി പറ്റാവുന്ന രീതിയിൽ ഒന്ന് കിടക്കാറുള്ളൂ. കാരണം അപ്പോൾ ഒന്നും കൂടി ആ ബുക്കുമായിട്ടും നമ്മുടെ മാസ്റ്ററുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഗുണം. അങ്ങനെയാണ് ഞാൻ സോഹവുമായിട്ട് ഇത്രയും കാലം അത് ഇടതടവില്ലാതെ തിങ്കളാഴ്ച മുതൽക്ക് ശനിയാഴ്ച വരെ പോകുന്നുണ്ടെങ്കിൽ അതിനിടയിൽ തിങ്കൾ ചൊവ്വ മാത്രമല്ല ക്ലാസ്, തിങ്കൾ ചൊവ്വയും കിട്ടും, വ്യാഴം വെള്ളിയും കിട്ടും. അത് ഓരോ ഹയർ കോഴ്സിനനുസരിച്ചാണ്. അതിനിടയിൽ ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ക്ലാസ് ബുധനാഴ്ച കിട്ടും, ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ശനിയാഴ്ച കിട്ടും. പറയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ഒരു ഹയർ കോഴ്സ് കഴിയുന്നതിനനുസരിച്ചാണ്. ഇതൊക്കെ ഓരോ ടീച്ചിങ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആ ബുക്ക് സ്റ്റഡി മാത്രമേ അത്രയും കണക്ട് ചെയ്തുകൊണ്ടാണ്. ആ ബന്ധമുള്ളത് കൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്നും സാറ് പുതിയൊരു അത് വന്നപ്പോൾ എനിക്ക് തോന്നി സന്തോഷത്തോടു കൂടി ഞാനത് ഇന്ന് തിങ്കളാഴ്ച മുതൽക്ക്, തിങ്കളും ചൊവ്വയല്ലേ ഉള്ളൂ, വേണ്ട ഞാൻ ബുധനാഴ്ച ഇല്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നുമില്ല. ഈ തിങ്കളും ചൊവ്വയും ബുധനാഴ്ച ഞാൻ വീണ്ടും മനനം ചെയ്യാനുള്ള പ്രവർത്തനം കിട്ടും. ഈ ബുധനാഴ്ച മനനം ചെയ്ത് വ്യാഴം വെള്ളിയും ബുക്ക് സ്റ്റഡി വേറെയായി. അപ്പൊ ശനിയാഴ്ച വീണ്ടും മനനം ചെയ്തു. പിന്നെ ഞായറാഴ്ച ദിവസം നമ്മളെ മറ്റുള്ള മാർഗങ്ങളിലൊക്കെ പോകണമെങ്കിൽ പോലും ഈ ബുക്ക് സ്റ്റഡി നമുക്ക് എപ്പോഴും ഒരു പിടിവള്ളിയാണ്. നമുക്ക് എപ്പോഴും ചങ്ങലയാണ്. അയ്യോ അത് പാടില്ല, ഇത് പാടില്ല. അത് എങ്ങനെ മാസ്റ്റർ ടീച്ചിങ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ക്യാരക്ടർ ബിൽഡിംഗ് ഒപ്പം കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിൽ വളരെ ബാക്കൗട്ട് ആണെങ്കിലും ആ ഇംഗ്ലീഷിൽ കുറച്ചെങ്കിലും മലയാളത്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാസ്റ്ററുടെ ബുക്കുകളും സാറിന്റെ ബുക്ക് സ്റ്റഡി മാത്രം കേട്ടോ. കാരണം കുറെ ഇംഗ്ലീഷിനെ മലയാളീകരിച്ച് പഠിക്കാൻ പറ്റി. ഒരാൾ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് മലയാളം അത് കുറച്ചൊക്കെ ഇംഗ്ലീഷ് തപ്പിത്തടഞ്ഞാണെങ്കിൽ ഒപ്പിക്കാൻ പറ്റുന്നുണ്ട്. ചില ബുക്കുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ സോഹത്തിലൂടെ വന്നുകൊണ്ട് മാത്രമാണ്. അതിന് ബിജു സാറിനും അഞ്ജുമേനും, കാരണം ഇല്ലെങ്കിൽ ഷൈയുടെ ക്ലാസ്സിൽ കയറുന്നില്ല എന്ന് ചോദിച്ച് എന്നെ പ്രേരിപ്പിക്കാൻ വരെ ചിലപ്പോൾ എന്ത് കയറുന്ന ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച് കയറും. അങ്ങനെ പോയി എൻ്റെ ഈ കുറച്ചു കാലം നല്ല രീതിയിൽ എന്നെ കൈത്താങ്ങായി കൊണ്ടുവന്നത് സത്യം പറഞ്ഞ സോഹത്തില് ഓരോരുത്തർക്കും നല്ല പങ്കുണ്ട്. അത് ഓരോ ടീച്ചിങ് ആയിട്ട് ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ ഞങ്ങൾ എപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. അതിന് മാസ്റ്ററോടും സാറിനോടൊക്കെ നല്ല തീരാത്ത സ്നേഹവും നന്ദിയും പറയുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു ബിജു സാർ, താങ്ക് യു ആത്മാസ് ഓൾ പാർട്ടിസിപ്പേഷൻ. എന്തായാലും ഈ നവവത്സരത്തിൽ ഈ ബുക്ക് സ്റ്റഡി പുതിയൊരു അധ്യായത്തിലേക്ക് തുറക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾക്ക് ഡിസംബർ തന്നെ മെസ്സേജ് കിട്ടിയിട്ട് ഇനി ജനുവരിയിൽ വരുന്ന പുതിയൊരു ബുക്ക് സ്റ്റഡിയാണ്. ഞാൻ നിങ്ങൾ 1-ാം തീയതി മുതൽ കാത്തു നിൽക്കണം എന്നാണ് വരുന്നത്. 1-ാം തീയതി മുന്നേ വേറൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിലും പക്ഷെ എപ്പോഴും ഒരു എൻ്റെ ഡിഫറൻറ്റിലാണ് സാർ ഓരോ ക്ലാസ് കൊണ്ടുപോകുന്നത്. താങ്ക് യു സർ, താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ പുതിയൊരു മാറ്റങ്ങൾ വരുത്താനും ബിജു സാറിന് സാധിച്ചിട്ടുണ്ട്. അതിനൊന്നും തീരാത്ത നന്ദിയുണ്ട് സർ. താങ്ക് യു സർ, താങ്ക് യു. ആത്മനമസ്തേ. താങ്ക് യു ഷാജി ചേട്ടാ. ഷാജി ചേട്ടനെ കുറിച്ച് കൂടുതൽ പറഞ്ഞതല്ല കുറച്ച് സമയം. താങ്ക് യു. നമസ്തേ. ബുക്ക് സ്റ്റഡി എന്നുള്ള ഒരു സംഭവം വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മുടെ ജീവിതത്തില് പല പ്രശ്നങ്ങളും വരുമ്പോഴും പലപ്പോഴും നമ്മൾ സ്റ്റക്കായി നിൽക്കും. എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത്. ഇപ്പം പലപ്പോഴും ഇപ്പോൾ വർക്കിംഗ് ക്ലാസ് ആളുകളാണെങ്കിൽ അവർക്ക് അറിയാം ഓഫീസ് പ്രഷേഴ്സും മറ്റുള്ള പിയർ പ്രഷേഴ്സും ഒക്കെ എന്താണ്, എത്രമാത്രം നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോ ഇത് എന്തുകൊണ്ട് ആണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, അത് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ സ്ട്രെസ് കുറച്ചുകൊണ്ട് നമ്മുടെ എഫക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റിയത് ബുക്ക് സ്റ്റഡിയിൽ വന്നത് കൊണ്ടാണ്. കാരണം അതിലാണ് നമ്മൾ
ഇപ്പം ഹീലിംഗ് നമ്മൾ പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറം അതിന്റെ ഇമ്പാക്റ്റ് എന്താണ്, എവിടെയാണ് ഇമ്പാക്റ്റ് വരുത്തേണ്ടത്, എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ബുക്ക് സ്റ്റഡിയിൽ കൂടെയാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് നമ്മളിൽ മാറ്റം വരുത്താനുള്ള ഏറ്റവും വലിയൊരു ടൂളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു മാസ്റ്റർ. ഓക്കെ, താങ്ക് യു സാർ. ആത്മ നമസ്തേ. സുരേഷ് സാർ താങ്ക് യു. ഷാജിയൊക്കെ ഷെയർ ചെയ്തതിന് താങ്ക് യു. രാജേന്ദ്ര സാർ നമസ്തേ. സോ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ബുക്ക് സ്റ്റഡിയെ കുറിച്ച്, ഇപ്പം സോഹത്തിന്റെ ബുക്ക് സ്റ്റഡി എന്താണെന്നുള്ളതല്ല, ജ്ഞാനമാർഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ജ്ഞാനയോഗയെ കുറിച്ച് ചിലപ്പോഴും ഒരു സെഷനും കൂടെ ഉണ്ടാവും. ഇതിന്റെ ഭാഗമായിട്ട് ഒരു സെഷനും കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ആത്മ നമസ്തേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഹലോ, ഗോവിന്ദ സാർ നമസ്തേ. നമസ്തേ, ആത്മനമസ്തേ. ഞാൻ പല ബുക്ക് സ്റ്റഡികളിലും പങ്കെടുക്കാറുണ്ട്, വെറുതെ ഇരിക്കാറില്ല. നോർത്ത് ഇന്ത്യൻ, മിഡിൽ, ബോംബെ ബേസ്ഡ്, സൗത്ത് ഇന്ത്യ, പല ബുക്ക് സ്റ്റഡിയിലും പങ്കെടുത്തിട്ടുണ്ട്. മെന്റൽ ബോഡി തന്നെ ഇതിൻ്റെ ഗ്രൂപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ രാജ മെഖാനിയുടെയും വിവേക് നട്രാജിൻ്റെയും വേറെ നീന സക്സേനയുടെ എല്ലാ ഗ്രൂപ്പിലെല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ പല ബുക്ക് സ്റ്റഡിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മെന്റൽ ബോഡിയുടെ ക്ലാരിറ്റി എനിക്ക് മാക്സിമം കിട്ടിയത് സാറിൻ്റെ ബുക്ക് സ്റ്റഡി വന്നതിന് ശേഷമാണ്. വളരെ ലളിതമായിട്ട്, പറയാൻ പറ്റില്ല, പൊഴുത്തി പറയാമല്ലോ, വളരെ ലളിതമായിട്ട് എന്നാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കത്തക്ക വിധത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത് മിസ്റ്റർ ഷാജി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വഭാവവൽക്കരണത്തിന് വളരെയധികം സഹായകരമായി. വളരെയധികം ഹയർ തോട്ട്സ്, നമ്മുടെ പറയില്ലേ, ഹൈ തോട്ട്സ് വേണം, ഹയർ തോട്ട്സ് വേണം പറയാറുണ്ടെങ്കിലും പക്ഷെ പ്രാക്ടിക്കലായിട്ട് നടക്കാറില്ല. ഇപ്പോൾ ഈ ബുക്ക് സ്റ്റഡി വന്നേ പിന്നെ എനിക്ക് മാക്സിമം ഞാൻ മിസ് ചെയ്യില്ല. വേറെ എന്തെങ്കിലും അർജന്റ് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവോയ്ഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ബുക്സ്. ഇപ്പോൾ തന്നെ എനിക്ക് വന്ന് ജസ്റ്റ് ഉടനെ വന്ന് എനിക്ക് ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ സമയം കിട്ടിയില്ല. സോ ഞാൻ എൻ്റെ ഫോണിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്. എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഇത്രയും ഹൈ തോട്ട്സ് നമുക്ക് പറഞ്ഞു തരാൻ എനിക്ക് വേറെ ആരെയും കിട്ടിയിട്ടില്ല. ഞാൻ ഒട്ടും പൊഴുതി പറയുകയല്ല, വളരെ വളരെ സിമ്പിളായിട്ട് അതിൽ ഓരോരോ പോയിന്റ്സ് നമ്മൾ മനസ്സിൽ തകയ്ക്കും. എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വഭാവവൽക്കരണത്തിന് നമ്മുടെ ഹയർ തോട്ട്സ് നമ്മൾ എങ്ങനെ നമ്മുടെ ഇപ്പോൾ മെന്റൽ ബോഡിയെ കുറിച്ചാണെങ്കിലും ഹയർ മെന്റലിനെ കുറിച്ചൊക്കെ ആണെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടും. നമ്മുടെ ലൈഫിനെ കുറിച്ചും എങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ ടൈറ്റിങ്ങിനെ കുറിച്ചും സർവീസും കൊണ്ട് എന്തൊക്കെ എന്താണ് കർമ്മയോഗ, എന്തൊക്കെ അതിൽ ജ്ഞാനയോഗയെ കുറിച്ച് ഇപ്പം പറഞ്ഞു. എങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മളെ കുറച്ചുകൂടി അങ്ങേറ്റം മുന്നേറാം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വളരെ 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 സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഓരോരോ സ്ട്രാറ്റജി പറഞ്ഞ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് വളരെ വ്യക്തമായിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമ്മളൊരിക്കലും മറക്കില്ല അത്. പിന്നെ ആ ബുക്ക് വായിച്ച് മെന്റൽ ബോഡിയിലെ ബുക്ക് എന്തെടുത്ത് വായിച്ചാൽ വളരെ ക്ലിയർ ആയിരിക്കും, നമുക്ക് ഒരു സംശയം വരില്ല. അതുപോലെ ലൈഫിലും നമ്മളെങ്ങനെ നമ്മൾ ഓരോ തോട്ട്സ് പോലും നമ്മളെങ്ങനെ എഫക്റ്റ് ആകും എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. ഓരോ സമയത്തുള്ള നമ്മളെ തോട്ട്സ് പോലും പിന്നീട് എവിടെയാ തോട്ട്സ് ചെന്ന് തിരിച്ചതിൻ്റെ 10 ഇരട്ടി 100 ഇരട്ടിയായിട്ട് വരും എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയം വരും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയുമ്പോഴേക്കും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിനെ മെയിനായിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ടുള്ള ഈസി ആയിട്ടുള്ള മാർഗമാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ വിശദമായിട്ട് അതേസമയത്ത് ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വളരെ വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു സാർ. ആത്മ നമസ്തേ. താങ്ക് യു. ഓക്കെ, സോ വേറെ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സെഷൻ എന്ന് നമുക്കത് ഇവിടെ അവസാനിപ്പിക്കാം.